കത്തോലിക്കാ സഭയെപ്പറ്റി രണ്ട് വാർത്തകളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, ന്യൂയോർക്ക് ആർച്ച് ഡയോസിസ് 300 മില്യൺ കൊടുത്ത് ഈ കുട്ടികളെ പീഡിപ്പിച്ച വൈദികർ അവർക്കെതിരായിട്ടുള്ള കേസുകൾ, ആ പ്രശ്നങ്ങൾ ഒത്തുതീർക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ന്യൂ ഓർലിയൻസ് ആർച്ച് ഡയോസിസ് അവർ 230 മില്യൺ കൊടുത്ത് കേസുകൾ ഒത്തുതീർക്കാനായിട്ട് പോകുന്നു. ഈ കേസുകളൊന്നും ഇപ്പോഴത്തേതല്ല, ഈ രണ്ടാം ലോക മഹായുദ്ധകാലം മുതൽ ഉണ്ടായ കേസുകളാണ്. 1980 ആയപ്പോഴത്തേക്ക് കേസുകളെല്ലാം ഏകദേശം തീർന്നു, കെട്ടടങ്ങിയെന്ന് പറയാം. 80-ന് ശേഷമുള്ള വളരെ ചുരുക്കമായിട്ടുള്ള കേസുകളാണെന്നാണ് ഈ കാത്തലിക് ലീഗും മറ്റും പറയുന്നത്. അപ്പോൾ അതേപ്പറ്റി വഴിയേ രണ്ടാമത്തെ വാർത്ത വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഒന്ന്, മസാച്ചുസെറ്റ്സിൽ ദേദാം എന്ന് പറഞ്ഞ അവിടെ സെൻറ്റ് സൂസന്ന ചർച്ചിൽ അവരൊരു പുൽക്കൂടുണ്ടാക്കി. ആ പുൽക്കൂടിൽ പക്ഷേ ക്രിസ്തുവില്ല, ഉണ്ണീശോ ഇല്ല, പിന്നെ മാതാവില്ല, പിന്നെ യോസേപ്പ് പിതാവില്ല, പിന്നെ മറ്റ് ആട്ടിടയന്മാരും മറ്റ് പശുക്കളും മൃഗങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ തിരുക്കുടുംബം അവിടെ ഇല്ല. പക്ഷേ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ICE വാസ് ഹിയർ. ഐസ് ഇവിടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഇവിടെ വന്നിരുന്നു. അപ്പം വളരെ വ്യക്തമാണ്, ഈ ക്രിസ്തുവും പിന്നെ ആ തിരുക്കുടുംബം അവർ പരദേശികളാണ്, അവർ അഭയാർത്ഥികളാണ്, അവർ അന്യനാട്ടിൽ വന്നവരാണ്. അപ്പോൾ പിന്നെ അവർ ഒളിച്ചിരിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അവിടെ ഇരുന്നു അവരെ ഐസ് പിടിച്ചോണ്ട് പോയി എന്നാണ് അവർ വ്യംഗ്യമായിട്ട് പറയുന്നത്. ഐസ് വാസ് ഹിയർ. അപ്പോൾ ഉറപ്പായിട്ട് അവർ പിടിച്ചോണ്ട് പോയി. ഇനി ഇല്ലിനോയിലെ വേറൊരു പള്ളിയിൽ നേരത്തെ വന്ന ഒരു പുൽക്കൂടിൽ അവിടെ ഈ തിരുക്കുടുംബത്തിൻ്റെ, അതായത് യേശു ക്രിസ്തു, ഉണ്ണീശോ, പിന്നെ മാതാവ്, യോസേപ്പ് പിതാവ്, ഇവരുടെ ശില്പങ്ങളില്ല. അപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്നത് അവരെ ഒളിവിലാണ്. കാരണം അവർക്ക് വിസയും മറ്റു കാര്യങ്ങളുമില്ല, അഭയാർത്ഥികളായിട്ട് വന്നവരാണ്. അപ്പോൾ ഇതെല്ലാം വളരെ വ്യംഗ്യമായിട്ട് ഇപ്പോഴത്തെ ഈ ഐസിൻ്റെ നിലപാടുകളും ഐസിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ പരം നന്നായിട്ട് എങ്ങനെയാണ് വിമർശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ കൃത്യമായ വിമർശനം. അപ്പോൾ ക്രിസ്തുവും പിന്നെ കുടുംബവും ഇതുപോലെ തന്നെ പരദേശികളായിരുന്നു. ഈജിപ്തിലേക്ക് ഒളിച്ചോടി പോകുമായിരുന്നു ചെയ്തത്. അതായത് ഹെറോദോസ് ഈ ചെറിയ കുട്ടികളെല്ലാം കൊല്ലാനായിട്ട് ക്രിസ്തു ജനിച്ചു. ഈ 3 രാജാക്കന്മാരവിടെ വന്നപ്പം ക്രിസ്തുവിനെ അന്വേഷിച്ച്, അതായത് അവരുടെ രാജാവിനെ അന്വേഷിച്ച് അവിടെ വന്നപ്പോൾ അങ്ങനെ തനിക്ക് ബദലായിട്ടൊരു രാജാവ് ഉണ്ടായി എന്ന് കേട്ടപ്പോഴത്തേക്ക് വിരളി പിടിച്ച ഹെറോദോസ് പറഞ്ഞത് ഈ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊന്നുകളയാനാണ് പറഞ്ഞത്. അപ്പോൾ അത് പേടിച്ച് ഈ യോസേപ്പ് പിതാവ്, സെൻറ്റ് ജോസഫ്, മാതാവിനെയും ക്രിസ്തുവിനെയും ഒക്കെ കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. അഭയാർത്ഥികളായിട്ട് പോവുകയാണ് ചെയ്തത്, ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ അവിടെ സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അഭയാർത്ഥികളെ നമ്മളങ്ങനെ ആട്ടി ഓടിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നു. അപ്പോൾ അതിൽ ഇതിനെതിരെ ചിലരെല്ലാം വലിയ വിമർശനങ്ങൾ ഉയർത്തി. അതേസമയം തന്നെ ചിലരെല്ലാം ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. ഇനി മസാച്ചുസെറ്റ്സ് ബോസ്റ്റൺ ആർച്ച് ഡയോസിസ് പറഞ്ഞത് ആ ശില്പം നീക്കം ചെയ്യണം, ഈ ഐസ് ഇവിടെ വന്നിരുന്നു എന്നുള്ള ആ ബോർഡ് നീക്കം ചെയ്യണം, ഈ പുൽക്കൂട് തന്നെ മാറ്റണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇടവക അത് അംഗീകരിച്ചിട്ടില്ല, ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, അല്ലാതെ ആരോഗ്യപരമായ ഒരു ചർച്ച ഉണ്ടാവണം, അതിനുവേണ്ടി ചെയ്തതാണ്, അതിലൊരു തെറ്റും കാണുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ഒരർത്ഥത്തിൽ ഒരളവോളം ശരിയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞാൽ കൂടി അതിലെ മാനുഷിക പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ കത്തോലിക്കാ സഭയൊക്കെ ഇപ്പോൾ ക്രിസ്തു പരദേശിയും അഭയാർത്ഥിയും ഒക്കെ ആയിരുന്നുവെങ്കിൽ അവരുടെ ക്രിസ്തുവിൻ്റെ പിൻഗാമികൾ ഈ അഭയാർത്ഥികളെയും പരദേശികളെയൊക്കെ ആട്ടിപ്പുറത്താക്കുന്നതും അതിക്രൂരമായിട്ട് ആട്ടിപ്പുറത്താക്കുന്നതും അതും ശരിയല്ലല്ലോ. അതിനെതിരെയും ശബ്ദിക്കേണ്ട ഒരു ബാധ്യത സഭയ്ക്കുണ്ട് എന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല, ഈ ആർച്ച് ഡയോസിസിൻ്റെ നിലപാടിനെതിരെ പലരും പറയുന്നത്, ഈ അമേരിക്കയിലെ കത്തോലിക്കാ ബിഷപ്പുമാരെല്ലാം പറഞ്ഞത് ഈ അഭയാർത്ഥികളോട് കാരുണ്യപൂർവ്വം പെരുമാറണം, അതുപോലെ തന്നെ അവരെ ഈ ഡീറ്റൻഷൻ സെൻറ്ററിൽ, ജയിലുകളിലൊക്കെ അതിക്രൂരമായിട്ട് അവർക്ക് യാതൊരു സൗകര്യമില്ലാതെ അവരെ പാർപ്പിച്ചിരിക്കുന്നു, നിന്ദ്യമായ അവസ്ഥയിൽ. അതുപോലെ തന്നെ അവർക്ക് ഈ മതപരമായ കെയർ കിട്ടുകയോ അങ്ങനെ യാതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ശരിയല്ല, അങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് കൃത്യമായിട്ട് അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടല്ല ഈ പുൽക്കൂടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അതാണ് ശരിയെന്ന് നമുക്കും തോന്നുന്നു. എങ്ങനെ പറഞ്ഞാലും ഈ ബിഷപ്പുമാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അമേരിക്കയിലെ കാത്തലിക് ബിഷപ്സിന് വലിയ സ്വാധീനമുണ്ട്. ഒരു ഒറ്റ സഭയെന്ന നിലയിൽ കത്തോലിക്കാ സഭയ്ക്കാണ് ഏറ്റവും ശക്തി എന്ന് തോന്നുന്നു. മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളാണ് പലതുള്ളത്. പക്ഷേ കത്തോലിക്കാ സഭ പോലെ കെട്ടുറപ്പും ഐക്യവുമുള്ള ഒറ്റ സഭ
വേറെ ഇല്ല എന്ന് തോന്നുന്നു. ബാപ്റ്റിസ്റ്റുകളും മറ്റ് മെത്തഡിസ്റ്റുകളും അങ്ങനെ പലത് ഉണ്ടെങ്കിൽ കൂടി. അപ്പോൾ അവർക്ക് ഈ ട്രംപിൻ്റെ അടുത്തൊക്കെ സ്വാധീനം ചെലുത്താവുന്നതേ ഉള്ളൂ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ. കാരണം ഇവർ നല്ലൊരു പങ്ക് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരാണ്. അതായത് ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുകയും ഇവിടെ കുഴപ്പക്കാരല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരിവിടെ താമസിക്കട്ടെ, അവർക്കിവിടെ താമസിക്കാനുള്ളൊരു ലീഗൽ സംരക്ഷണം നൽകുക. ഇപ്പം നമുക്കറിയാം കുഞ്ഞു പ്രായത്തിൽ ഇവിടെ വന്ന ആളുകൾ, 1 വയസ്സും 2 വയസ്സും ഉള്ളപ്പോൾ കൊച്ചു പ്രായത്തിലെ വന്ന ആളുകൾ, അവർ തന്നെ എത്രയോ ലക്ഷം പേരുണ്ട്, 8 ലക്ഷം പേരോ അത്രയും പേര്. അവർക്ക് സംരക്ഷണം നൽകുന്ന നിയമം കൊണ്ടുവന്നത് ഒബാമയാണ്, ഡാക്ക ഡ്രീമേഴ്സ് എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന്. അപ്പോൾ അതൊക്കെ റദ്ദ് ചെയ്യുന്നത്. അതൊക്കെ റദ്ദ് ചെയ്യുന്നത് ശരിയാണോ? അവർ വേറൊരു രാജ്യം അവർക്കറിയില്ല, വേറൊരു ഭാഷ അറിയത്തില്ല, വേറൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ, അമേരിക്ക മാത്രം. അങ്ങനെയുള്ളവരൊക്കെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അമേരിക്ക എന്താണ് നേടുന്നത്? അപ്പോൾ അവരെയൊക്കെ കൂടി ഉൾക്കൊള്ളുക. ഇനി പുതുതായിട്ട് ആളുകൾ ഇടിച്ചു കയറി വരുന്നത് അവസാനിപ്പിക്കുക. ഇപ്പോൾ അഭയാർത്ഥികളായിട്ട് കുറച്ച് പേര് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതല്ലല്ലോ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ അമേരിക്ക തുറന്നു വെച്ചിരിക്കുന്നു, ഇങ്ങ് പോരാവെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ അതിർത്തി കടന്നു വരുന്നാൽ അത് ഒരു രാജ്യത്തിനും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ മര്യാദയ്ക്ക് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളെ അവരെ ഇവിടെ ഉൾക്കൊള്ളുക. ബാക്കി പുതുതായിട്ടിങ്ങനെ അനിയന്ത്രിതമായിട്ട് ആളുകൾ വരുന്നത് അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവരെ പുറത്താക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് സഭ ഒക്കെ രംഗത്ത് വരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം സഭയുടെ ദൗത്യം കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല. കാരണം ബിഷപ്പുമാർക്കൊക്കെ നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് അമേരിക്ക. അവരത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഈ പുൽക്കൂട് യേശുവില്ല, യേശുവിൻ്റെ അമ്മയില്ല, യേശുവിൻ്റെ പിതാവില്ല, വളർത്തു പിതാവ് ഇല്ല. അങ്ങനത്തെ ഒരു പുൽക്കൂട് അത് വളരെ സിംബോളിക്കാണ്, ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ കാര്യം. അതേസമയം തന്നെ ചിലർ സഭ എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നത്, രാഷ്ട്രീയപരമായിട്ട് എന്താണ് ഒരു നിലപാടെടുക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എല്ലാ കാര്യവും രാഷ്ട്രീയമാണല്ലേ, മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്നാണല്ലോ പറയുന്നത് തന്നെ. അപ്പോൾ എന്തായാലും മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ, മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ സഭ നിൽക്കേണ്ടത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ കൂടെ. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇനി രണ്ടാമത്തെ വിഷയമാണ് നമുക്ക് കുറേ കൂടെ ശ്രദ്ധേയമെന്ന് തോന്നുന്നു. ഈ നമ്മുടെ കേരളത്തിൽ ചർച്ച് ആക്ട് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, അത് ഈ യുക്തിവാദികളൊക്കെ കൂടിയാണ് അത് കൊണ്ടുവന്നത്. അതായത് ചർച്ചിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഒരു സമിതിയുടെ കീഴിൽ, അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ പോലെ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക. ബിഷപ്പുമാർക്കും ഒന്നും അധികാരമില്ല, ബിഷപ്പുമാർക്കും വൈദികർക്കും ഒന്നും ഈ ചർച്ചിൻ്റെ സ്വത്ത് വിൽക്കാനും വാങ്ങാനും അല്ലെ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇടപെടാൻ അധികാരമില്ലാത്ത ഒരു അവസ്ഥ കൊണ്ടുവരിക. അതേതായാലും അതിനോട് എനിക്ക് യാതൊരു അനുഭവമില്ല. കാരണം ഇപ്പം ബിഷപ്പുമാരും വൈദികരും മാത്രമേ കൈയിട്ട് വരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഒരു ആക്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ മുഴുവൻ കൈയിട്ട് വരും. ഇപ്പോൾ ദേവസ്വം ബോർഡിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു ആവശ്യം കേരളത്തിലില്ല. പക്ഷേ ഇവിടെ ഇപ്പം ബിഷപ്പുമാരും ഒക്കെയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ 300 മില്യൺ കൊടുക്കാനായിട്ട് ന്യൂയോർക്ക് ആർച്ച് ഡയോസിസ് തീരുമാനിച്ചു. അപ്പോൾ അതിനുവേണ്ടി ആർച്ച് ഡയോസിസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കഴിഞ്ഞ വർഷം വിറ്റു $100 മില്യൺ. അതായത് ഫസ്റ്റ് അവന്യൂരോ മറ്റോ ആണ് ന്യൂയോർക്ക് സിറ്റിയിൽ. അത് വിറ്റു $100 മില്യൺ. അതുകൊണ്ട് പിന്നെ കുറച്ച് പേരെയൊക്കെ പിരിച്ചു വിടുന്നു, പിന്നെ ചിലവുകളൊരു 10% കുറയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി 300 മില്യൺ ഉണ്ടാക്കിയിട്ട് ഈ 1300 പേർക്ക് പൈസ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്, നഷ്ടപരിഹാരം കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ, തീരുമാനമായിട്ടില്ല. ആ ചർച്ചകൾക്ക് ശേഷം, കാരണം ഈ കത്തോലിക്കാ സഭയെ സ്യൂ ചെയ്യുക എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ലോ ഫേം ഉണ്ട്, ജെഫ് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ്, അദ്ദേഹമായിട്ട് ഞാനും പണ്ട് കാലത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ഇതാണ്, കത്തോലിക്കാ സഭയെ ശരിപ്പെടുത്തുക. ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിച്ച ആളുകൾ, അവർക്ക് നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കുക, ഈ കുട്ടികൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കേസുകളെല്ലാം തന്നെ ഈ 1940 മുതലുള്ള കേസുകളാണ്. ഈ പലരും ഈ ആരോപണ വിധേയരായ വൈദികർ മിക്കവരും ചത്തൊടുങ്ങി, അവരുടെ എല്ലാം കാലം കഴിഞ്ഞതാണ്. പക്ഷേ അവർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കുട്ടികളുടെ പല അവകാശവാദങ്ങളും കൊണ്ട് മുന്നോട്ട് അവരും അതുപോലെ തന്നെ സഭയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരും ഈ പ്രായമുള്ള ആളുകൾ ഞങ്ങളെ 50 വർഷം മുമ്പ് പീഡിപ്പിച്ചു, 40 വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ പരാതിയുമായിട്ട് വരുന്നു. അപ്പോൾ അത് ഒത്തുതീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം സമാഹരിക്കുന്നത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ചബ്ബ് ഇൻഷുറൻസ് പറഞ്ഞ് ഒരു വലിയ കമ്പനിയുണ്ട്, 115 ബില്യനൊക്കെയുള്ള ആസ്തിയൊക്കെയുള്ള വലിയ കമ്പനിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി. അവർ 10 പൈസ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. കാര്യം ഈ ന്യൂയോർക്ക് ആർച്ച് ഡയോസിസ് ആണ് 2 ബില്യൺ ഇതിനകം തന്നെ അവർക്ക് ഇൻഷുറൻസിന് പ്രീമിയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിന് പൈസ കൊടുക്കില്ല എന്നാണ് അവരുടെ നിലപാട്. ഈ 300 മില്യൺ ഒക്കെ കൊടുക്കുക അവരെ സംബന്ധിച്ചോളം നിസ്സാരമാണ്. പക്ഷേ അതിന് വല്ല ആക്സിഡൻ്റ് ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇൻഷുറൻസ് തുക. അല്ലാതെ ഇങ്ങനെ ഈ കുട്ടികളെ പീഡിപ്പിച്ച
പീഡിപ്പിച്ച കാര്യങ്ങൾക്ക് അതും അധികൃതരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പിന്നെ പല കാലങ്ങളിലായിട്ട്. അപ്പോൾ അതിന് കാശ് കൊടുക്കുക എന്നാണ് അവരുടെ കടുത്ത നിലപാട്. എന്തായാലും അത് ശരിയല്ല എന്ന് പറഞ്ഞ് കാത്തലിക് ലീഗൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർ പൈസ കൊടുക്കാത്തത് വലിയ ഹീനകൃത്യമാണെന്ന്. അപ്പം ഇൻഷുറൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ പിന്നെ ഈ പീഡനത്തിന് പരാതി കൊടുക്കാനും ഈ കുറ്റകൃത്യം ചെയ്യാനും ഒക്കെ താല്പര്യം കൂടുമോ? അത് ഇൻഷുറൻസുകാർ കവർ ചെയ്തോളും എന്ന് പറഞ്ഞ് ലാഘവത്തോട് കൈകാര്യം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടില്ല എന്ന് അവർ കട്ടായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചർച്ചിൻ്റെ സ്വത്തുക്കളൊക്കെ വിൽക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെയാണ്, കർദിനാളിൻ്റെയും ബിഷപ്പിൻ്റെയും ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെയാണ് സ്വത്ത് വിൽക്കലും വാങ്ങലും ഒക്കെ നടത്തുന്നത്. ആളുകൾ പിരിവിട്ടതും പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതും അതുകൊണ്ട് ഉള്ള പൈസയാണെന്നുള്ള കാര്യം അവരും മറന്നു പോകുന്നു. ഇനി ഇപ്പം ഈ ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ ഞാനൊരു ഓർക്കുന്നുണ്ട്, ഒരുപാട് വൈദികരുടെ പീഡന കേസുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലൊരു പീഡന കേസ് അതൊരു മലയാളി വൈദികനാണ്. അപ്പം മലയാളിയോ ഇന്ത്യനോ. അപ്പോൾ അത് പിന്നെ ആ വൈദികന് കേസ് വന്നപ്പോൾ ആ രൂപത അതിശക്തമായിട്ട് കോടതിയിൽ പോയി വാദിച്ചു. ആ വൈദികൻ വിജയിച്ചു. ആ പരാതി പറഞ്ഞ സ്ത്രീക്ക് പിന്നെ സ്ത്രീ പറഞ്ഞത് ശരിയല്ല, തെറ്റാണെന്ന് പറഞ്ഞ് സ്ത്രീയോ അല്ലെ കുട്ടിയോ എന്ന് കോടതി വിധിച്ചു. അപ്പോൾ ഞാൻ അവരുടെ പിന്നെ അറ്റോർണിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അറ്റോർണി വളരെ വിഷമത്തോടെ പറയുക, ഈ സഭയ്ക്ക് എന്തിൻ്റെ പണിയാണ്, അവരെന്തിനാണ് ഇത്രയും ആവേശപൂർവ്വം വാദിച്ചത്, അവർ പിന്നെ ഒന്ന് അയഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ സഭയ്ക്ക് രൂപതയ്ക്ക് ഇഷ്ടംപോലെ ഇൻഷുറൻസ് ഉള്ളതാണ്, ഇവർക്ക് കുറച്ച് പൈസ കിട്ടിയാൽ ഇവർ പാവപ്പെട്ടവർ അങ്ങനെയെങ്കിലും അവർ ജീവിച്ചു പോകുമായിരുന്നല്ലോ എന്ന്. കാര്യം അങ്ങേരെ ഒരു സാമ്പത്തിക ആംഗിളിലാണ് കാര്യം കാണുന്നത്, അവരുടെ വിഷമത കണ്ടിട്ട്. പക്ഷേ ഈ ഒരു വൈദികനെതിരെ അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ, ഇയാളൊരു സ്ത്രീ പീഡകനാണ് എന്നതിൻ്റെ പേരിൽ ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയാളുടെ ഭാവി, അയാളുടെ ജീവിതം എന്തായിത്തീരും? കാരണം ഈ വൈദികരെ പറ്റി ഇങ്ങനെയുള്ള പല കേസുകളും എഴുതിയതുകൊണ്ട് അറിയാവുന്നതാണ്. ഈ പല വൈദികരും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ രൂപത കൈയൊഴിയും. അവർ 10 പൈസ കൊടുക്കത്തില്ല, അവർ യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കില്ല. എന്നാൽ ഇവരെ സഹായിക്കാൻ വേറെ വല്ലവരും ഉണ്ടോ? അതില്ല. ഇവർക്ക് ഫാമിലി ഉണ്ടോ അല്ലെ മറ്റാരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ അച്ഛന്മാരൊക്കെ വൈദികരൊക്കെ വലിയ പൊങ്ങച്ചത്തിൽ ഒക്കെ എല്ലാവരെയും ഭരിച്ചൊക്കെ നടക്കുന്നത് കാണാം. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകും, അവർ അനാഥരായിത്തീരും, അവർക്ക് ആരോരുമില്ലാത്ത അവരുടെ അവസ്ഥ വരും. അപ്പോൾ അത് പിന്നെ കണ്ടിട്ടുള്ളതാണ് ഞാൻ പല കാര്യങ്ങളിലും. വേറൊരു വൈദികൻ അങ്ങേരെപ്പറ്റി ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന് ഒരു കേസ് എടുത്തതിനെപ്പറ്റി ഞാനൊരു വാർത്ത കൊടുത്ത് ഓർക്കുന്നു. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം, പിന്നീട് ഞാൻ ആ കാര്യം മറക്കുകയും ചെയ്തു, കുറേ വർഷത്തിന് ശേഷം അച്ഛൻ വിളിച്ച് പിന്നെ അക്ഷരാർത്ഥത്തിൽ കരയുകയാണ് ചെയ്യുന്നത്. പുള്ളി പറയുന്ന ആ വാർത്ത പുള്ളിയെപ്പറ്റി ആരെങ്കിലും പിന്നെ അങ്ങേരുടെ പേരൊന്ന് പിന്നെ ഇൻ്റർനെറ്റിൽ ഇട്ട് നോക്കിയാൽ, ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ ഈ കേസാണ് ആദ്യം രംഗത്ത് വരുന്നത്. അപ്പോൾ പലരും എന്നെ തന്നെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ പിന്നെ കേസ് കിടക്കുന്നുണ്ട്, ഈ അച്ഛൻ കുഴപ്പക്കാരനാണോ എന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പക്കാരനൊന്നും ആയിരിക്കില്ല, ആയിരുന്നെങ്കിൽ ഇപ്പോഴും സർവീസിൽ തുടരുകയില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഒടുവിൽ അച്ഛൻ എങ്ങനെയെങ്കിലും ആ വാർത്ത നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ആ കേസൊന്നും മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞ് വേറൊരു വാർത്ത കൊടുക്കണം എന്ന് പറഞ്ഞു. ഒടുവിൽ പിന്നെ ഞാൻ അത് വല്ല വിധേനയാക്കി പിന്നെ ആ വാർത്ത പിന്നെ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ നീക്കം ചെയ്യുകയാണ് ചെയ്തത്. എൻ്റെയൊക്കെ സ്ഥാപനത്തിൽ ഈ കടുകട്ടിയായ പത്രക്കാരുണ്ട്, അവരിങ്ങനത്തെ ഒരിക്കൽ കൊടുത്തത് തന്നെ ഒരിക്കലും മാറ്റാൻ പാടില്ല എന്ന് ശടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമുക്ക് പിന്നെ ഒരു മാനുഷിക വശമുള്ളത് കൊണ്ടും മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് വല്ല വിധേനയും അത് നീക്കം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ സംഭവങ്ങളും, പലപ്പോഴും പല സംഭവങ്ങളും നമ്മൾ പിന്നെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ന്യൂ ഓർലിയൻസ് ആർച്ച് ഡയോസിസ് അവർ 230 മില്യൺ കൊടുത്ത് ഇങ്ങനെയുള്ള കേസുകൾ ഒത്തുതീർക്കാനായിട്ട് പിന്നെ തീരുമാനിച്ചിരിക്കുന്നു അവിടെയും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം, ഈ ന്യൂയോർക്കിലും മറ്റും ഒരു നിയമം ഉണ്ടാക്കി, അതായത് ഈ വൈദികർക്കെതിരെയുള്ള പീഡന കേസുകൾ, അവർക്കെതിരെയുള്ള ആരോപണം എത്ര പഴയതാണെങ്കിലും കേസ് കൊടുക്കാം. ഒരു സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞ് ഏതാണ്ട് നേരത്തെയൊക്കെ ഒരു 25 വർഷം വരെ കേസ് കൊടുക്കാൻ പറ്റുള്ളായിരുന്നു ആരോപണം ഉണ്ടെങ്കിൽ, അതിനുശേഷം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ന്യൂയോർക്കിലൊക്കെ 2019 മറ്റാണ് ആ നിയമം കൊണ്ടുവന്നത്. ഏത് കാലത്തും എത്ര വർഷം മുമ്പ് ഉണ്ടായതാണേലും പരാതി കൊടുക്കാവുന്നത്. അതിനുശേഷമാണ് ഈ പരാതികളെല്ലാം ഉയർന്നു വരുന്നത്. അങ്ങനെയാണ് ന്യൂയോർക്കിലെ ഏതാണ്ട് 8 ഡയോസിസിൽ 6 എണ്ണവും ബാങ്ക്രപ്റ്റായിപ്പോയി കാശ് കൊടുത്ത് ഈ പരാതികളെല്ലാം പരിഹരിക്കാൻ വേണ്ടി. അപ്പം ഇത്രയധികം പരാതികൾ ഉണ്ടായി എന്ന് പറയുമ്പം അത് ആ ഒരു കാലഘട്ടത്തിൻ്റേതാണെന്നാണ് ഈ കാത്തലിക് ലീഗിലെ ചില ആളുകളൊക്കെ പിന്നെ പറയുന്ന അതായത് അന്ന് വളരെ ലിബറൽ ചിന്താഗതിക്കാരായിരുന്നു എന്ന് മാത്രമല്ല, ഈ സ്ത്രീകളുമായിട്ടല്ല കുട്ടികളുമായിട്ട് ഒക്കെ ഇടപെടുന്നത് സെലിബസിക്ക് എതിരല്ല. പിന്നെ അവരുടെ പിന്നെ വ്രതം, അത് ഈ പുരുഷനുമായിട്ടുള്ള ബന്ധങ്ങളിൽ ആ വ്രതം നഷ്ടപ്പെടുന്നില്ല
എന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരു 1980 വരെ ഈ സഭയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൂടുതലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, സമൂഹവും ഉണർന്നു. വൈദികരൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും ആളുകളുടെ കണ്ണ് അവിടെയെല്ലാം ചെല്ലും. അതുകൊണ്ട് അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളും വൃത്തികേടുകളും കാണിക്കാനായിട്ട് അവരും ധൈര്യപ്പെടുന്നവർ കുറയുന്നു എന്ന് കരുതി തീരെ ഇല്ലാതായി എന്നർത്ഥമില്ല, എങ്കിൽ പോലും അത് കുറയുന്നു. എന്ന് മാത്രമല്ല, ഈ സഭയെ പറ്റിയൊക്കെ പറയുന്നത് ഇപ്പം ഡോക്ടർ എം വി പിള്ളയെപ്പോലൊക്കെ ഉള്ളവർ പറയാറുണ്ട്, ഈ ക്രിസ്തീയ സഭകളിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു ഈ അച്ഛന്മാരുടെ ഈ വൃത്തികേടുകൾ, ഈ പോക്കിരിത്തരങ്ങൾ കാരണം. ഇത് കേട്ട് മടുത്ത് ആ സഭയിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യം. നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് അങ്ങനെ വരുമ്പോൾ ആ വിശ്വാസത്തെ തന്നെ അത് ബാധിക്കുന്നു. വിശ്വാസികളെ തന്നെ ആ സഭയിൽ നിന്ന് മാറ്റിക്കളയുന്നു. ഇപ്പോൾ യൂറോപ്പിലൊക്കെ സഭ ഒരു പരുവത്തിലായിപ്പോയതിൻ്റെ കാര്യം ഈ വൈദികർ കാണിച്ചു കൂട്ടിയ, തലമുറകളായിട്ട് കാണിച്ചു കൂട്ടിയ എല്ലാത്തരം വൃത്തികേടുകളും കൊണ്ടാണ്. വൈദികർ മാത്രമല്ല, സഭ കാണിച്ചു കൂട്ടിയത്. നമുക്ക് ഈ റിഫർമേഷനും റിനൈസാൻസും ഒക്കെ വരുന്നവരെ സഭ 1000 വർഷത്തോളം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. അവിടെ ആളുകളെ കൊല്ലുകയും പിടിക്കുകയും എല്ലാത്തരം ക്രൂരകൃത്യങ്ങളുമാണ് സഭ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കാലക്രമേണ ജനങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു, ജനങ്ങൾ ആ സഭാവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയിൽ അത് സംഭവിച്ചിട്ടില്ല. എന്തായാലും അത് സംഭവിക്കാതിരിക്കട്ടെ. ആളുകൾ ആ വിശ്വാസത്തിലും ആ നൈർമല്യത്തിലും ജീവിക്കാൻ കഴിയട്ടെ. ഇങ്ങനെയുള്ള കേസുകൾ എന്തായാലും സഭ കടുംപിടുത്തം പിടിക്കാതെ അത് ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അതും ഒരു നല്ല കാര്യമാണ്. പൈസ കൊടുത്താണേലും ആ സഭ മാപ്പ് ചോദിക്കുകയും അത് അതിനൊരു നഷ്ടപരിഹാരം കൊടുത്ത് ആ പ്രശ്നം തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് നല്ലൊരു കാര്യം തന്നെ. നമ്മൾ കടുംപിടുത്തം പിടിക്കുന്നില്ല. സഭയ്ക്ക് ഈ ഇരകളോടാണ് താല്പര്യം, ഈ വേട്ടക്കാരോടല്ല എന്ന് പറയുകയും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിനിയും ഇതേപ്പറ്റി പറയേണ്ടി വരും.